നടനും ബി.ജെ.പി. നേതാവുമായ ശ്രീ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനമായ ഓബയോസിയിൽ ആദ്യഘട്ടത്തിൽ 2 പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. ഇതിന് പിന്നാലെ ഇതിൽ 2ാം പ്രതിയായ വലിയതുറ സ്വദേശിനി കൂടിയായ ദിവ്യ ഫ്രാൻസിസുമായി തെളിവെടുപ്പ് നടത്തി. ഈ തെളിവെടുപ്പിൽ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഈ പ്രതി നടത്തിയത് നിർണായക വിവരങ്ങളാണ്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുക കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ദിവ്യയുടെ അക്കൗണ്ടിലേക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മൊഴിയാണ് ഈ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഈ പ്രതി നടത്തിയിരിക്കുന്നത്. 40 ലക്ഷം രൂപയാണ് 8 മാസം കൊണ്ട് ദിവ്യയുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൽ 1 ലക്ഷം രൂപയ്ക്ക് സ്വർണം വാങ്ങിയെന്നും ദിവ്യ അന്വേഷണ സംഘത്തിന് മുൻപിൽ മൊഴി നൽകിയിരിക്കുകയാണ്. ആ ദൃശ്യമാണ് ഇപ്പോൾ മറുനാടൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ പൈസ കിട്ടിയാൽ എന്താണ് സാധാരണ ചെയ്യുന്നത്? ഒരു 1500 രൂപ കിട്ടി, അപ്പം എന്ത് ചെയ്യും? വീട് അപ്പോൾ തന്നെ അതെങ്ങനെ ഗൂഗിൾ പേ ചെയ്തു? അതായത് ഇവിടുന്ന് കിട്ടിയത് നിങ്ങൾ എല്ലാവരും ഈക്വലായിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഈ ആൾക്കാരെ കിട്ടുന്ന വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് അതുപോലെ